ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇന്ന് നമ്മൾ ഈ ബുലൂഗുൽ മറാമിൽ കിതാബ് സക്കാത്തിലെ അവസാന ഭാഗം അതിൽ ഏതാനും ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് സഹൽ ഇബ്നു അബീ ഹസ്മയിൽ നിന്നുള്ള ഹദീസാണ്. وعن سهل ابن أبي حثمة رضي الله تعالى عنه قال أمرنا رسول الله صلى الله عليه وسلم إذا خرجتم فخذوا ودعوا الثلث فإن لم تدعوا الثلث فدعوا الربع. رواه الخمسة إلا ابن ماجه وصححه ابن حبان والحاكم. طيب عند سهل ابن أبي حثمة هذا حديثا. سهل ابن أبي حثمة സഹൽ ഇബ്നു അബീ ഹസ്മ അൽ അൻസാരി റളിയല്ലാഹു തആല അദ്ദേഹം അൻസാരിയാണ്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹദിലേക്കുള്ള വഴികാട്ടിയായിരുന്നു സഹൽ ഇബ്നു അബീ ഹസ്മ. ഈ സഹൽ ഇബ്നു അബീ ഹസ്മ പറയാണ്, മുആവിയ റളിയല്ലാഹു ഖിലാഫത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം പറയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? ഇദാ ഖറസ്തും ഫഖുദു. ഇദാ ഖറസ്തും, എന്താ ഖറസ് എന്ന് പറഞ്ഞാൽ തഖ്മീൻ, മതിച്ചെടുക്കുക അറിയാം, മെതിച്ചെടുക്കുക അല്ലേ, മെതിച്ചെടുക്കുക. എന്താ തിരുവനന്തപുരത്ത് നിങ്ങളോട് അങ്ങനെ പറയാം? ഇവിടെ എന്താന്നറിയാ, ഇപ്പൊ ഒരാള് തോട്ടത്തിൽ ചെന്ന് ആ തോട്ടത്തെ മൊത്തത്തിൽ അതിന്റെ മതിപ്പ് കണക്കാക്കും. ഇത്ര തൂക്കണ്ട അല്ലെങ്കിൽ ഇത്ര ഇതുണ്ടാകും എന്നുള്ളത് മെതിക്കാന്നുണ്ടെങ്കിൽ നമ്മള് കൊയ്ത് മെതിക്കുക, ഇത് മതിച്ചെടുക്കുക. അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറസ്തും, നിങ്ങൾ മെതിച്ച് കണക്ക് കൂട്ടിയാൽ, ഫഖുദു, നിങ്ങൾ സക്കാത്ത് അങ്ങനെ എടുത്തോളി, സ്വീകരിച്ചോളി. അതായത് ഇപ്പോൾ ഒരു കാർഷിക തോട്ടം, അതായത് ഇപ്പോൾ ഒരു ധാന്യ വിള ഉള്ള തോട്ടം, അല്ലെങ്കിൽ ഒരു ഫലം വിളയുന്ന ഈത്തപ്പഴ തോട്ടം അല്ലെങ്കിൽ മുന്തിരി തോട്ടം, അതിലേക്ക് സക്കാത്ത് പിരിക്കാനുള്ള ആൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഈത്തപ്പനകൾ നോക്കുക അല്ലെങ്കിൽ മുന്തിരിത്തോട്ടം നോക്കിയിട്ട് ഇത്ര ഉണ്ടാകും, ഇതിൽ ഇത്ര തൂക്കം ഈത്തപ്പഴം ഉണ്ടാകും എന്നുള്ളത് ഓരോ ഈത്തപ്പഴം നോക്കിയിട്ട് മെതിച്ച് കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കണക്കാക്കാതാണ് ഇതാ ഹറസ്. അങ്ങനെ നിങ്ങൾ മെതിച്ച് കണക്കാക്കുകയാണെങ്കിൽ ഫഖുദു, നിങ്ങൾ അതിന് സക്കാത്ത് ഇട്ടോളി, സ്വീകരിച്ചോളി. അപ്പോൾ ഈത്തപ്പഴം ഇതുവരെ ഇറക്കിയിട്ടില്ല, ഈത്തപ്പഴം അവിടെ നിൽക്കുകയാണ്, പക്ഷെ ഇത്ര ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ കണക്ക് കൂട്ടൽ. എന്നിട്ട് ചെയ്യാം, ഇത്ര ഉണ്ടാകും, അതുകൊണ്ട് ഇത്ര സക്കാത്ത് തരണം, അതാണ് ഫഖുദു. അങ്ങനെ നിങ്ങൾ സക്കാത്ത് സ്വീകരിച്ചോളി. വദഉ അസ്സുലുസ്, വദഉ, നിങ്ങൾ വിട്ടേക്കണം അസ്സുലുസ്, മൂന്നിലൊന്ന് വിട്ടേക്കണം. ഫഇൻ ലം തദഉ അസ്സുലുസ്, ഇനി മൂന്നിലൊന്ന് നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ, വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ, ഫദഉ അർറുബ, നാലിലൊന്ന് നിങ്ങൾ വിട്ടുകൊടുക്കണം. എന്താ പറഞ്ഞതെന്നറിയാം? അതായത് ഇപ്പൊ ധാന്യവിളകൾ അല്ലെങ്കിൽ മറ്റു ഫലങ്ങൾ, ഈ കാരക്ക, മുന്തിരി പോലുള്ള ഫലങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ സബീബിന് എന്തുണ്ട്, ഉണക്കമുന്തിരിക്ക് സക്കാത്തുണ്ട്. അതേപോലെ തന്നെ കാരക്കയ്ക്ക് സക്കാത്തുണ്ട്. അപ്പോൾ ഒരു തോട്ടത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ തോട്ടം കൊയ്ത് തളർന്നിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മതിച്ചിട്ട് എന്ത് ചെയ്യാം, അതിലെ സക്കാത്ത് എടുക്കാം. പക്ഷേ മതിച്ച് സക്കാത്ത് എടുക്കുമ്പോൾ നമ്മൾ മതിപ്പ് ആദ്യം പറയാം, എന്നിട്ട് സക്കാത്ത് ഇത്രയെന്ന് പറയാം, എന്നിട്ട് ആ സക്കാത്ത് പറഞ്ഞിട്ട് എടുത്ത ഇതുണ്ടല്ലോ, സക്കാത്തായിട്ട് എടുത്ത് അതിൽ നിന്ന് മൂന്നിലൊന്ന് ആ സ്വത്തിൻ്റെ ഉടമക്ക് കൊടുക്കണം, അതില്ലെങ്കിൽ നാലിലൊന്ന് കൊടുക്കണം. മനസ്സിലായി? അതാണ് ആ പറഞ്ഞത്. മനസ്സിലായി? അതായത് ഒരു തോട്ടം മെതിച്ചു, എന്നിട്ട് അതിൽ നിന്ന് ഇത്രയാണ് സക്കാത്ത് എന്ന് അയാളോട് പറഞ്ഞു, നിങ്ങളുടെ സക്കാത്ത് ഇത്രയാണ്, അതിൽ മൂന്നിലൊന്ന് അയാൾക്കെന്നെ കൊടുക്കുക, അല്ലെങ്കിൽ നാലിലൊന്ന് കൊടുക്കുക. അതെന്തിന്? ആ സക്കാത്തിന്റെ വിഹിതമായിട്ട് എടുത്തതിൽ നിന്ന് മൂന്നിലൊന്ന് അല്ലെങ്കിൽ നാലിലൊന്ന് കൊടുക്കുക. അതെന്തിന്? അയാൾക്കൊരു കോട്ടം നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് മതിച്ച് കണക്കാക്കിയത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ ആയിരുന്നു അതിൽ ഏറ്റവും അഗ്രഗണ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെ തോട്ടങ്ങളെ മതിച്ച് കണക്കാക്കാൻ വേണ്ടിയിട്ട് വിടുമ്പോൾ
അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ് വിട്ടിരുന്നത്, മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അവിടുത്തെ തോട്ടങ്ങൾ പിന്നെ കണക്കൂട്ടും, എന്നിട്ട് അതിൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതല്ലാതെ വേറെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു റവാഹനെ റസൂലുള്ളാഹി ഖൈബറിലെ തോട്ടങ്ങൾ യഹൂദന്മാരുടേതായിരുന്നല്ലോ. അപ്പോൾ അത് യുദ്ധാർത്ഥ സ്വത്തായിട്ട് ആ തോട്ടങ്ങൾ കിട്ടിയപ്പോൾ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞ് അവർ യഹൂദരനെ അവർ പറഞ്ഞ് ഞങ്ങളൊന്ന് പിടിച്ചെടുത്ത തോട്ടം ഞങ്ങൾ തന്നെ അതിൻ്റെ മേൽനോട്ടം വഹിച്ചോളാം, ഞങ്ങൾ കൃഷി ഇറക്കിക്കോളാം, പക്ഷേ കൃഷി കൊയ്യുമ്പോൾ പകുതി നിങ്ങൾക്ക് പകുതി ഞങ്ങൾക്ക്, ആ വ്യവസ്ഥയിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അവിടുത്തെ യഹൂദന്മാർ അവരെല്ലാം അവരുടെ തോട്ടങ്ങൾ കൈയാളി കൃഷി ഇറക്കി, പക്ഷേ പകുതി അതിലെ വിള മുസ്ലിമീങ്ങൾക്ക്, പകുതി തോട്ടം നോക്കുന്ന അവർക്ക്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു റവാഹനെയാണ് എന്ത് ചെയ്യുന്നത്, പകുതിയാക്കാൻ വേണ്ടിയിട്ട് റസൂൽ നിയോഗിക്കുക. അങ്ങനെയൊക്കെ അവരോട് അവർ വളവന്മാരാണ്, അവർ പറയണേ അവർ കൈക്കൂലി കൊടുക്കാൻ തീരുമാനിച്ചു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ എന്തിന്, പിന്നെ ആ പകുതി ഒന്ന് മാറി അളക്കാൻ വേണ്ടിയിട്ട്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ശക്തമായിട്ട് അവരോട് ചൂടാണ്, പിന്നെ ഭാഷ കാണാൻ സാധിക്കും. ഏതായാലും അവരോട് പിന്നെ അദ്ദേഹം ഒരു വിഭവത്തിന് തയ്യാറായില്ല എന്നുള്ളതാണ് എല്ലാവർക്കും. അപ്പം ഈ മതിച്ച് കണക്കാക്കുക എന്നുള്ളതുണ്ട്, മനസ്സിലായ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പം നമ്മൾ നെല്ല് കൊയ്ത് നെല്ല് ഇറക്കി, മനസ്സിലായ? അപ്പം ഇത് ഇത്ര ഉണ്ടാവും, അങ്ങനെയാണ് നമ്മളത് വാങ്ങുന്നത് എങ്കിൽ അതിന് സക്കാത്ത് ഇട്ടുണ്ടെങ്കിൽ 3-1 അല്ലെങ്കിൽ 4-1 അതിൻ്റെ സക്കാത്ത് നൽകിയ ആ മുതലാളിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത്. ഇപ്പം പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ എത്ര സഹായ കാരക്കുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത് 5 വസ്തു കാരക്കാണ് സക്കാത്ത്. 5 വസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 സഹായ കാരക്ക, അല്ലെ? 300 സഹായ കാരക്ക. അപ്പൊ ഈ കാരക്ക മരങ്ങൾ നോക്കിയിട്ട് പറയാണ്, ഇപ്പൊ നിങ്ങളുടെ ഈ തോട്ടത്തിൽ 300 വസ്തു അല്ല 300 സഹായ കാരക്ക എന്ന് പറയണം. ആ 300 സഹായ എത്ര കൊടുക്കേണ്ടത്? നിസ്ബുൽ ഉഷർ അല്ലെങ്കിൽ ഉഷർ, അങ്ങനെയുള്ള അപ്പൊ ഉഷർ അല്ലെങ്കിൽ നിസ്ബുൽ ഉഷറാണ് നിങ്ങളുടെ സക്കാത്ത് ഇത്രയാണ് എന്ന് മതിച്ച് കണക്കാക്കിയിട്ട് അയാളോട് സക്കാത്തിന്റെ ഇത് പറയുകയാണെങ്കിൽ പിന്നെ അയാൾ പറയാണ് ഞാൻ ഇപ്പൊ തന്നെ സക്കാത്ത് തരാം, കാരണം അയാൾക്ക് വരെ അരക്കുണ്ടെങ്കിൽ അവിടെ. അപ്പൊ നിങ്ങൾ ഇത് ഞാൻ കൊയ്തിറക്കിയതിന് ശേഷം സക്കാത്ത് കൊണ്ടുപോകണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾ ചോദിച്ചോളി എൻ്റെ അടുത്ത് കാരക്കുണ്ട് സക്കാത്ത് കൊണ്ടുപോയിക്കോളി എന്ന് പറയുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളാണിത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ മതിച്ചാണ് കണക്കാക്കിയത് 300 സായ ഈ മരത്തുമ്പണ്ടെന്ന്. അതിന് നിങ്ങൾ 10-1 തരണം, അല്ലെങ്കിൽ 20-1 തരണം. നനച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ അങ്ങനെ ആ വ്യത്യാസം പറഞ്ഞല്ലോ. അപ്പോൾ 20-1 തരണം അല്ലെങ്കിൽ 10-1 തരണം എന്ന് അയാളോട് പറയുകയാണെങ്കിൽ അയാൾക്ക് ആ 10-1 തരാൻ അല്ലെങ്കിൽ 20-1 തരാൻ അയാൾക്ക് സ്റ്റോക്ക് അവിടെ ഉണ്ട് എങ്കിൽ അപ്പം നമ്മൾ ആ സക്കാത്ത് വാങ്ങിച്ചു പോരാണ്. പക്ഷേ സക്കാത്തിന്റെ മുതൽ അവിടെ ഇരിക്കണം മരത്ത് പറ്റില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അങ്ങനെയാണെങ്കിൽ 3-1 അവിടെ വിട്ടു കൊടുക്കണം, അല്ലെങ്കിൽ 4-1 വിട്ടു കൊടുക്കണം. എന്തിന്? ഈ സക്കാത്ത് ആർക്കുള്ളതാണ്? സാധുവിനുള്ളതാണ്. സാധുവിന് വിധം എന്തായാലും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സക്കാത്തിന്റെ ഉടമസ്ഥനോട് അന്യായം പാടില്ല. ഈ മതിപ്പ് ഒരുപോലെ തെറ്റിയാലും അയാളോട് അന്യായം വന്നാലും സാധുവിനോട് അന്യായം വരുന്നില്ല, കാരണം സാധുവിനൊരു വിഹിതം എന്തായാലും കൊണ്ടുപോകേണ്ട രീതിയിൽ. അപ്പൊ ഒരിക്കലും അയാൾക്കും തുറക്കാൻ വരാത്ത രീതിയിൽ ആകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. വിഷയം മനസ്സിലായോ? അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറസ്തും ഫഖുദു സകാത്ത് വദഉ അസ്സുലുസ് ഫഇൻ ലം തദഉ അസ്സുലുസ്, 3-1 നിങ്ങൾ വിട്ടേക്കുന്നില്ല എങ്കിൽ ഫദഉ അർറുബ്, 4-1 നിങ്ങൾ വിട്ടുകൊടുക്കുക. റവാഹുൽ ഖംസ ഇല്ല ഇബ്നു മാജ ഒഴിച്ചിട്ട് പിന്നെ അബൂ ദാവൂദ്, നസായി, തുർമുദി എന്നിവർ റിപ്പോർട്ട് ചെയ്തു. അഹ്മദും ഹാക്കിമും ഇബ്നു ഹിബ്ബാനും അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അടുത്ത ഹദീസ് അത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ഹദീസ് അത്താബ് ബിൻ അസീദ് അല്ലേ. وعن عتاب ابن أسيد رضي الله تعالى عنه قال أمرنا رسول الله صلى الله عليه وسلم أن يخرس العنب كما يخرس النخل وتؤخذ زكاته زبيبا رواه الخمسة فيه انقطاع. طيب ഇത് പിന്നെ ഈ ഹദീസ് രണ്ടാമത്തെ ഹദീസ് അത്താബ് ഇബ്നു അസീദ് റളിയല്ലാഹു അൻഹു നിവേദനം. അത്താബ് ഇബ്നു അസീദ് ഇബ്നു അബിൽ ഖൈസ് അൽ അമവി, ബനു ഉമയ്യ ഗോത്രക്കാരനാണ്. അത്താബ് ഇബ്നു അസീദ് ഇബ്നു അബിൽ ഖൈസ് ഇബ്നു അബ്ദുൽ ഷംസ് അൽ അമവി. അദ്ദേഹം മക്ക ഫത്തഹിൽ ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ ഗവർണറായിട്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചു. മക്ക ഫത്തഹിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ട് മക്കയിൽ നിന്ന് പോരുമ്പോൾ മക്കയുടെ ഗവർണറായിട്ട് നിശ്ചയിച്ചത് ആരെയാണ്? ഈ അത്താബ് ഇബ്നു
പിന്നെ അസീദിനെയാണ് റളിയല്ലാഹു തആല. അദ്ദേഹം അത്താബിൻ അസീദ് അബൂബക്കറിന്റെ ഖിലാഫത്തിലാണ് മരണപ്പെട്ടത്. മനസ്സിലായില്ലേ? ഈ ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്തതാണ്? റവാഹുൽ ഖംസ വഫീഹി ഇൻഖിതാ. വഫീഹി ഇൻഖിതാ എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസിന്റെ സനദിൽ ആ കണ്ണി മുറിഞ്ഞിട്ടുണ്ടെന്നാണ്. ആ കണ്ണി മുറിഞ്ഞിട്ടുണ്ട് പറയാൻ കാരണം അത്താബ് ബിൻ അസീദിൽ നിന്ന് റാവി സഈദ് ബിൻ മുസയ്യബാണ്. സഈദ് ബിൻ മുസയ്യബാണ്. അത്താബ് ബിൻ അബി അസീദ് അബൂബക്കറിന്റെ ഖിലാഫത്തിൽ മരിച്ചു സഹാബി. സഈദ് ബിൻ മുസയ്യബ് ജനിക്കുന്നത് ഉമറിന്റെ ഖിലാഫത്തിലാണ്. സഈദ് ബിൻ മുസയ്യബ് ജനിക്കുന്നത് എന്ന് ഉമറിന്റെ ഖിലാഫത്തിലാണ്. അപ്പൊ ഒരിക്കലും സഈദ് ബിൻ മുസയ്യബ് ആരിൽ കേൾക്കാൻ സാധ്യതയല്ല, അത്താബിൽ നിന്ന് കേൾക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് കണ്ണി മുറിഞ്ഞു എന്ന് പറഞ്ഞത്. റവാഹുൽ ഖംസ വഫീഹി ഇൻഖിതാ. ഈ ഹദീസിൽ എന്തുണ്ട്? ഇൻഖിതാന്റെ കണ്ണി മുറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത്താബ് ബിൻ അസീദ് പറയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു, അയ്യുഖ്റസൽ ഇനബു, അയ്യുഖ്റസൽ ഇനബ്, മുന്തിരി എന്ത് ചെയ്യാൻ? ഖർസ് ചെയ്യാൻ. ഖർസ് ചെയ്യാൻ എന്താ? മെതിക്കാൻ. മതിക്കാൻ നമ്മളെ നല്ല ഭാഷയാണ്, അത് കേടാക്കിയത്. മതിക്കാൻ തന്നെ പറയാ, മതിച്ച് അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചു, അയ്യുഖ്റസൽ ഇനബ്, മുന്തിരി മതിച്ച് കണക്കാക്കാൻ. ഏതുപോലെ കമാ യുഖ്റസുൻ നഖ്ൽ, ഈത്തപ്പന മതിച്ച് കണക്കാക്കുന്നത് പോലെ. കമാ യുഖ്റസുൻ നഖ്ൽ, ഈത്തപ്പന മതിച്ച് കണക്കാക്കുന്നത് പോലെ മുന്തിരിയും മതിച്ച് കണക്കാക്കാൻ റസൂലുള്ളാഹി ഞങ്ങളോട് കൽപ്പിച്ചു. വതുഖദു സകാത്തുഹു, പക്ഷേ മുന്തിരിയുടെ സകാത്ത് സ്വീകരിക്കപ്പെടും. എന്തായിട്ട്? സബീബായിട്ട്. മുന്തിരിയായിട്ട് സ്വീകരിക്കപ്പെടും. പിന്നെ മുന്തിരി സബീബായിട്ടാണ് സ്വീകരിക്കുന്നത്. സബീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണക്ക മുന്തിരി. കാരണം അത് ഭക്ഷണമാണ് സബീബ്. മുന്തിരിയിൽ നിന്ന് സക്കാത്തില്ല, പക്ഷെ മുന്തിരി ഉണങ്ങിയാൽ എന്താവും? സബീബാകും. അതുകൊണ്ട് സക്കാത്തായിട്ട് എന്തെടുക്കാൻ പറ്റുള്ളൂ? സബീബ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം മുന്തിരിയും സബീബും വ്യത്യാസമുണ്ട്. മുന്തിരി വീർത്തിരിക്കും, 4-5 മുന്തിരി ഇട്ടാൽ തന്നെ എളുപ്പം നിറയും പാത്രം. അതേസമയം സബീബ് അങ്ങനെയല്ല, സബീബ് കുറേ ഇടണം. അതുകൊണ്ട് സക്കാത്ത് എടുക്കുമ്പോൾ എന്തെടുക്കാൻ പറ്റുള്ളൂ? സബീബ് എടുക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഒരാൾക്ക് മുന്തിരിത്തോട്ടുണ്ട്. സക്കാത്ത് പിരിക്കാനുള്ള ആള് പോയി ആ മുന്തിരിത്തോട്ടം നോക്കി. സബീബായിട്ടുള്ള അത് മുന്തിരി പാകപ്പെട്ട മുന്തിരിയാണ്. അപ്പൊ നിങ്ങളുടെ ഈ തോട്ടത്തിൽ ഇത്ര മുന്തിരിയുണ്ട്. അതുകൊണ്ട് ആ മുന്തിരിക്ക് എത്ര സക്കാത്ത്? ഒന്നുകിൽ 10 അല്ലെങ്കിൽ 20 അല്ലെ? ഉഷർ അല്ലെങ്കിൽ നിസ്ബുൽ ഉഷർ. 10 അല്ലെങ്കിൽ 20 സക്കാത്ത്. അപ്പൊ നിങ്ങളുടെ തോട്ടത്തിൽ ഇത്രയാണ് മുന്തിരി ഉള്ളത്, പച്ചമുന്തിരി. അപ്പൊ അതിന് സബീബായിട്ടാണ് സക്കാത്ത്. അത് ഇത്ര തരണം എന്നാ പറയുന്നത്. മനസ്സിലായി? അങ്ങനെ സബീബ് അയാളെടുത്തുണ്ടാവും. പച്ചമുന്തിരിന്റെ അടുത്ത് എന്തുണ്ടാവും? സബീബ് ഉണ്ടാവും. അപ്പൊ അയാൾ അപ്പം സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ സബീബായിട്ടാണ് ചെയ്യേണ്ടത് സക്കാത്ത് സ്വീകരിക്കേണ്ടത്. സ്വീകരിക്കുമ്പോ ഈ നിയമം സുലുസ് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ റുബ് വിട്ടുകൊടുക്കുക എന്നത്. ഖലാസ്. ഇത് റവാഹുൽ ഖംസതു വഫീഹി ഇൻഖിതാ. ഇത് മനസ്സിലായോ? ഹദീസ് മനസ്സിലായോ? അതെ. പിന്നെ ഈ മരിച്ച് കണക്കാക്കുന്ന വിഷയത്തിലാണ് പറഞ്ഞത്. അപ്പൊ തരികയാണെങ്കിൽ മരിച്ച് കണക്കാക്കിയിട്ട് സക്കാത്ത് അയാൾ അപ്പം നൽകുകയാണ് എങ്കിൽ അപ്പത്തെ നിയമമാണ് പറഞ്ഞത്. അങ്ങനെയായിരുന്നു. മനസ്സിലായില്ലേ? ആ രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് സക്കാത്ത്. ഇങ്ങനെയൊക്കെ സക്കാത്ത് നൽകാൻ മാത്രം ഈത്തറ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, മുന്തിരി തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഭൂമി ഫലഭൂയിഷ്ടായിരുന്നു. പല നാടുകളിലും സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം സക്കാത്ത് മറ്റു നാടുകളിലേക്ക് നൽകുന്ന സ്ഥിതി വിശേഷം വരെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അബ്ബാസികളുടെ ഖിലാഫത്തിൽ ഹാറൂൺ റഷീദ് ആയപ്പോൾ കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ ഇരുന്നിട്ട് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് മേഘത്തോട് പറയുന്നതാണ്, എവിടെയെങ്കിലും പോയിട്ട് പെയ്തോ, നിന്റെ വരുമാനം ഇവിടെ വരും എന്ന് പറയുമായിരുന്നു. അത്ര ധന്യമായിരുന്ന അവസ്ഥ. അപ്പോൾ സക്കാത്തിന്റെ വിഷയത്തിൽ ആളുകൾ പിശുക്കി. അതോടുകൂടി ബർക്കത്ത്
കൊടുക്കുന്നത്. അതാണ്, അതൊക്കെയാണ് മതിച്ച് കണക്കാക്കുക എന്ന് പറയുന്നത്. പോയി നോക്കുന്ന ആള് മതിച്ച് കണക്കാക്കുമ്പോൾ അതൊക്കെ നോക്കും, മനസ്സിലല്ലേ? പിന്നെ ഒക്കെ എങ്ങനെ ഈ മതിച്ച് സക്കാത്തിനല്ല, ഇത് ഒരു പൊട്ടിയ പാട് മതിച്ച് കണക്കാക്കൂല, പിന്നെ വിളഞ്ഞു നിൽക്കുമ്പോഴാണ് കണക്കാക്കുക. ബുദുവു സലാഹ വ്യക്തമായതിനു ശേഷം, ബുദുവു സലാഹ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, അതായത് ഇനിയൊരു കേടായിട്ട് ഒരു ആദ്യമായിട്ട് വരാത്ത രീതിയിൽ. ഇപ്പൊ നമ്മൾ കശുവണ്ടിയൊക്കെ ഉണ്ടല്ലോ, പൂ വിരിഞ്ഞ ഉടനെ ചിലപ്പോൾ എന്ത് ചെയ്യും, കരിഞ്ഞൊക്കെ പോകും. അതേസമയം അത് വളഞ്ഞ് കുരുവായി ഒക്കെ ആയിട്ട് മാറിയിട്ടെങ്കിൽ കേടാകാനുള്ള സാധ്യത കുറവാണ്. ചില ആ ഒരു പാകത്തിലാണ് പോയി നോക്കുക, കേട് കഴിഞ്ഞ് ഉള്ള അവസ്ഥയിൽ. അപ്പൊ മതിച്ച് കണക്കാക്കുമ്പോൾ അതൊക്കെ നോക്കും, ഏതാണ് നല്ലത് ഏതാണ് വടക്ക് എന്നുള്ളത് നോക്കും. എന്നിട്ട് തന്നെയാണ് അതെല്ലാം മതിച്ച് കണക്കാക്കാൻ അറിയുന്നത്. അടുത്ത ഹദീസ് അംർ ബിൻ ശുഐബിന്റെ അല്ലേ, وعن عمرو بن شعيب عن أبيه عن جده قال أن امرأة أتت النبي صلى الله عليه وسلم ومعها ابنة لها وفي يد ابنتها مسكتان من ذهب فقال لها أتعطين زكاة هذا؟ قالت لها قالت لا لا قالت لا അവർ പറഞ്ഞു ഇല്ല. قال أيسرك أن يسورك الله بهما يوم القيامة سوارين من نار فألقتهما حديث رواه أبو داود رواه الثلاثة وإسناده قوي وصححه الحاكم من حديث عائشة وصححه الحاكم من حديث عائشة رضي الله تعالى عنها. طيب ഇതിപ്പോ ഉപയോഗിക്കുന്ന സ്വർണ്ണവുമായി ബന്ധപ്പെട്ടുള്ള മസലയിൽ വരുന്നത് അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി. നമുക്ക് ആ പരമ്പര വന്നിട്ടുണ്ട് ഇതിനു മുമ്പ് അല്ലേ. അംർ ബിൻ ശുഐബ് തന്റെ പിതാവിൽ നിന്നും അദ്ദേഹം തന്റെ പിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി. നമ്മൾ ആ സനദ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ് അന്നംറഅതൻ, ഒരു സ്ത്രീ അതത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വമഅഹ, ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്നു ഇബ്നത്തുല്ലഹ, അവരുടെ ഒരു പുത്രി, മകൾ. വഫി യദി ഇബ്നതിഹ, ആ മകളുടെ കയ്യിലുണ്ട് മസ്കതാനി മിൻ ദഹബിൻ, സ്വർഗ്ഗത്തിന്റെ രണ്ട് മസ്കത്ത് എന്നാൽ വള റിംഗ്. മസ്കതാനി മിൻ ദഹബിൻ, സ്വർണ്ണത്താലുള്ള രണ്ട് വളകൾ. ഫഖാല ലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ചു, മിസ്കത്താനി വല്ല മസ്കത്താനി? മസ്കത്താനി മിസ്കത്താനി മൗലൂഷ്. ഫഖാല, ആ സ്ത്രീയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതുഅതീൻ, നിങ്ങൾ നൽകാറുണ്ടോ സകാത്ത് ഹാദ, ഇതിന്റെ സകാത്ത്, ഈ വളയുടെ സകാത്ത് നിങ്ങൾ നൽകാറുണ്ടോ? ഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു ലാ, ഇല്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, അയസുറുക്കി അയുസവ്വിരിക്കില്ല, അയസുറുക്കി, നിങ്ങൾക്ക് സന്തോഷമാണോ, നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നുണ്ടോ? അയുസവ്വിരിക്കില്ല, അള്ളാഹു നിങ്ങൾക്ക് വളയായി ധരിപ്പിക്കുന്നത്, ബിഹിമ, അവ രണ്ടും കാരണത്താൽ, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, സിവാറൈനി മിന്നാർ, തീനാലുള്ള രണ്ട് വളകൾ, തീനാലുള്ള രണ്ട് വളകൾ, അന്ത്യനാളിൽ അവ രണ്ടും കാരണത്താൽ അള്ളാഹു നിങ്ങളെ ധരിപ്പിക്കുന്നത് അയസുറുക്കി, നിങ്ങൾക്ക് ഇഷ്ടകരമാണോ എന്ന് ചോദിച്ചു. ഫഅൽഖതുഹുമ, ആ രണ്ട് വളകളും ആ സ്ത്രീ അൽഖതുഹുമ എന്ന് പറഞ്ഞാൽ അത് ഊരി ഇട്ടു, കൈകളിൽ നിന്ന് ആ രണ്ട് വളകളും ഊരി അവര് അതിട്ടു എന്നുള്ളത്. തങ്ങൾക്ക് നൽകി എന്ന് പറയുന്നത് റൂമാലില്ലാഹി ഒരു റസൂലിഹി എന്നറിയിക്കുന്ന പദമാണ്. ഈ ഹദീസ് എന്താ അറിയിക്കണേ? ഈ ഹദീസ് അറിയിക്കുന്നത്
ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത ഹദീസ് കൂടി പറയാം. പൊതുവിൽ വരാം. അടുത്ത ഹദീസ് ഉമ്മി സലമന്റെ അല്ലേ? وعن أم سلمة رضي الله تعالى عنها قالت أنها كانت تلبس أوضاحا من ذهب. إيش؟ أنها تلبس أوضاحا من ذهب. أنها كانت تلبس أوضاحا من ذهب فقالت يا رسول الله أكنز هو؟ قال إذا أديت زكاته فليس بكنز فليس بكنز. هذا لماذا؟ رواه أبو داود وصححه الدارقطني والحاكم. طيب رواه أبو داود والدارقطني وصححه الحاكم. طيب അപ്പോൾ ഈ ഹദീസ് എന്താ അറിയിക്കുന്നത്? പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല പറയണം. ഉമ്മു സലമ ഹിന്ദ് ബിൻത് അബി ഉമയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ. അവർ പറയാണ് അന്നഹ കാനത്ത് തൽബസു, അവർ ധരിക്കാറുണ്ടായിരുന്നു ഔദാഹം മിൻ ദഹബ്, സ്വർണത്തിന്റെ ഔദാഹ്. ഔദാഹ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വളകൾ അല്ലെങ്കിൽ ഖൽഖാൽ എന്ന് പറഞ്ഞാൽ പാദസരം. അന്നഹ കാനത്ത്, അവർ ധരിക്കാറുണ്ടായിരുന്നു, കാനത്ത് തൽബസു, അവർ ധരിക്കാറുണ്ടായിരുന്നു ഔദാഹം മിൻ ദഹബ്, സ്വർണത്തിന്റെ ഔദാഹ്. അതാണ് ഒന്നുകിൽ വളകൾ അല്ലെങ്കിൽ ഖൽഖാൽ. അത് അന്യർക്കിടയിൽ പോകുമ്പോ കേൾക്കാൻ പാടില്ല. അത് ചെരുപ്പണി പോലും പാടില്ലല്ലോ. പല എതിരിപ്പിനെ അർജുനൽ അവിടെ കാലത്തടിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു യാ റസൂലല്ലാഹ് അകൻസുഹു, ഈ സ്വർണ്ണവളകൾ അല്ലെങ്കിൽ സ്വർണത്തിന്റെ പാദസരം അത് കെൻസാണോ എന്ന് ചോദിച്ചു. കെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കെൻസ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ സൂക്ഷിപ്പ് സ്വത്ത്. അതായത് പിന്നെ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയും പിന്നെ കെൻസ് ചെയ്തു വെക്കുന്നവർ, സൂക്ഷിച്ചു വെക്കുന്നവർ. വല യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതെ. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് നോവേറ്റുന്ന ശിക്ഷ സന്തോഷവാർത്ത അറിയിക്കാന്ന് പറഞ്ഞില്ലേ. എന്താ ശിക്ഷ? യൗമി യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ഈ ശേഖരിച്ചു വെച്ച സ്വർണ്ണവും വെള്ളിയും നരകത്തിയിൽ ചുട്ടെടുത്തു. എന്നിട്ട് ഇവരുടെ നെറ്റിയിലും പാർശ്വങ്ങളിലും അതേപോലെ പിൻസൈഡിലൊക്കെ അതുകൊണ്ട് ചൂട് വെക്കും എന്നുള്ളതാണ്. അപ്പൊ കെൻസ് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ചെലവഴിക്കാതെ എടുത്തു വെച്ച സ്വത്തുക്കൾ, സ്വർണവും വെള്ളിയും. അപ്പൊ അതാണോ ഇത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അന്ത്യനാളിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും വിധമുള്ള കെൻസാണോ എന്റെ ഈ സ്വർണ്ണ വളകൾ അല്ലെങ്കിൽ ഈ ഖൽഖാൽ എന്ന് ചോദിച്ചു. കാല അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇദാ അദ്ദൈതി സകാതഹു, നീ അതിന്റെ സകാത്ത് നൽകിയാൽ ഫലൈസ ബികൻസിൻ, ഫലൈസ ബികൻസിൻ, അതെന്തല്ല കെൻസല്ല. എന്നാൽ സകാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ സ്വർണം ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഹദീസ് ഇമാം താറഖുത്നി അബൂദാവൂദിന്റെ നിവേദനമാണ്. പിന്നെ ഹാക്കിം അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഹദീസുകളാണ് ഏത് മസാലയ്ക്ക് തെളിവ്? ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതിന് തെളിവ്. ഇതല്ലാതെ വേറെ ചില റിപ്പോർട്ടുകളുണ്ട്, മനസ്സിലായി, ഇതേപോലെ. പിന്നെ പക്ഷേ അത് പറയപ്പെട്ടതിൽ ഏറ്റവും ബലപ്പെട്ടതാണ് ഈ രണ്ട് റിപ്പോർട്ടുകൾ, പ്രത്യേകിച്ച് ഈ മൂളത്തെ ഹദീസ്. അതേസമയം പിന്നെ ഇനി പറയപ്പെട്ട ഹദീസുകൾ പലതും ഉണ്ട്, ചില റിപ്പോർട്ടുകളുണ്ട്, അതൊക്കെ അത് അത്ര തന്നെ ബലപ്പെട്ടതല്ല, അത് ദുർബലമായ ഹദീസുകളാണ്. പക്ഷെ പറയപ്പെട്ടതിൽ ഏറ്റവും ബലപ്പെട്ട രണ്ട് ഹദീസുകളാണ് ഇത്. ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഉണ്ടോ ഇല്ലേ? അപ്പോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. കാരണം വ്യക്തമായിട്ട് വേറെ ഹദീസിലുണ്ട് ലൈസ ഫിൽ ഹുലി സക്കാത്ത്. ലൈസ ഫിൽ ഹുലി സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആഭരണങ്ങളിൽ എന്തില്ല? സക്കാത്തില്ല. ആഭരണങ്ങളിൽ സക്കാത്തില്ല. ആ ഹദീസ് ദുർബലാണ് എന്നാണ്
ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷം. പക്ഷേ ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഈ ഹദീസുകളും എന്താ ദുർബലാണ്, ഈ ഹദീസുകളും ദുർബലാണ്. അവരത് സ്ഥിരീകരിച്ചിട്ട് പ്രത്യേകിച്ച് ഈ മോളത്താൻ ഇത് അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹിയാണ്. ഇതിൽ ഇബ്നു ലഹിയ എന്ന് പറയുന്ന റാവിണ്ട്, അയാൾ ദുർബലാണ്. അത് പിന്നെ പ്രത്യേക അങ്ങനത്തെ റിവായത്ത് ദുർബലം. അതേപോലെ തന്നെ അൽ മുസന്ന ഇബ്നു സബാഹ് എന്നൊക്കെ മറ്റൊരു റാവിണ്ട്. 2 റാവിമാർ ഇതിൽ ദുർബലനാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അവർ കാരണത്താൽ ഈ ഹദീസ് ദുർബലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായി. പിന്നെ അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി റിപ്പോർട്ടാണ്. ആ അൻ അബീഹി അൻ ജദ്ദിഹി ഈ ഇബ്നു ലഹിയ അതേപോലെ തന്നെ പിന്നെ അൽ മുസന്ന ഇബ്നു സബാഹ് എന്ന് പറയുന്ന റാവിമാരനായതുകൊണ്ട് ഈ ഹദീസ് ദുർബലമാണ് എന്നിടത്താണ് പല പണ്ഡിതന്മാരുള്ളത്. പിന്നെ ഈ ഹദീസ് ഉണ്ടല്ലോ, അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഈ ഹദീസ്, ഇത് അതാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അസ്മയിൽ നിന്ന് അതാണ്. അത് സനത് മുറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസും ദുർബലമാണ് എന്ന് സക്കാത്ത് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. മനസ്സിലായി. ഇതിൽ വേറെ ദുർബലത പറയപ്പെട്ടിട്ടുണ്ട്. അസ്മാ റളിയല്ലാഹു ഉമ്മി സലമയിൽ നിന്നുള്ള ഈ ഹദീസ്. സക്കാത്ത് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിൽ ഉപയോഗിക്കുന്ന ആഭരണമാണെങ്കിൽ, ആഭരണങ്ങൾ ഉപയോഗിക്കാത്ത ആണെങ്കിൽ സക്കാത്ത് ഡൈലിഷ്കല്ല. ഉപയോഗിക്കാത്ത ആഭരണങ്ങൾ ഇപ്പൊ ബാങ്കിൽ വെച്ചതാവട്ടെ, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത പൊട്ടിക്കിടക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത വീടുകളിൽ ശേഖരിച്ചു വെച്ചതാവട്ടെ, അതിനൊക്കെ എന്തുണ്ട് സക്കാത്ത് ഡൈലിഷ്കല്ല. അതേസമയം ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന സ്വർണം, നിത്യോപയോഗത്തിലുള്ള സ്വർണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ട് കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായ സ്വർണം, അത് ഉപയോഗിക്കുന്ന സ്വർണ്ണമാണ്. അതിന് സക്കാത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ്. സഹാബികളിൽ പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അനസ്, ആയിഷ, അതേപോലെ അസ്മ ബിൻത് അബീ ബക്കർ, ഈ 5 സഹാബികളും ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല, ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്ന് അവർ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ്, ഇവരുടെ ഒക്കെ പക്ഷം എന്താണ്, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ പക്ഷം ഉപയോഗിക്കുന്ന സ്വർണത്തിന് എന്തില്ല, സക്കാത്തില്ല എന്നുള്ളത്. ഒരു വ്യക്തി ഉപയോഗിക്കുന്ന, നമ്മൾക്ക് മുമ്പ് വന്നില്ലേ, അയാളുടെ ഉപയോഗിക്കുന്ന ഫറസിന്, ഒരു വ്യക്തിയുടെ പിന്നെ വസ്ത്രത്തിന് ഒന്നും ഇതില്ല, സക്കാത്തില്ല. അപ്പൊ അതേപോലെയാണ് പിന്നെ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ എന്നതാണ് ആര് പറഞ്ഞത്, പിന്നെ ഈ ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം അബൂ ഹനീഫയും അതാ ഇബ്നു അബീ റബാഹ്, അതേപോലെ സഈദ് ഇബ്നു ജുബൈർ, ഇബ്രാഹിം അൻ-നഖഈ തുടങ്ങിയ പണ്ഡിതന്മാർക്കാണ് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ട് എന്ന അഭിപ്രായം. ഉപയോഗിക്കുന്ന ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്നുള്ള അഭിപ്രായം. അവര് തെളിവിനെടുത്തത് ഈ ഹദീസുകളെ പണ്ട് കാലം മുതൽ ഇന്നേവളം നിലവിൽ അഭിപ്രായ വ്യത്യാസം നിലവിലുള്ള ഒരു മസലയാണത്. അത് പല പണ്ഡിതന്മാരും ഇമാം ഖത്താബിയെ പോലുള്ളവരൊക്കെ പറഞ്ഞില്ല. അതായത് ഒരു സ്ത്രീ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതില്ല എങ്കിൽ ഒരു ഉപയോഗിക്കുന്ന സ്വർണം അതിന്റെ സക്കാത്ത് പിടിച്ചു വാങ്ങാനോ വാങ്ങിക്കൊടുക്കാനോ ഒരാൾക്ക് പാടില്ല എന്നുള്ള പക്ഷമാണ് പല പണ്ഡിതന്മാരും സ്വീകരിച്ചത്. അതാണ് ശരി. ഉപയോഗിക്കുന്ന സ്വർണം അതിനൊരു പരിധി ഉണ്ടാവില്ലേ? ഉപയോഗിക്കുന്ന സ്വർണത്തിന് ഒരു പരിധി ഉണ്ടാവില്ല. അത് മനുഷ്യർ ഉപയോഗിക്കുന്ന ഹറാമായ രീതിയിലുള്ള ആഭരണങ്ങളല്ല. ഹറാമായ രീതിയിലുള്ള ആഭരണങ്ങളാണെങ്കിൽ സക്കാത്തുണ്ട്. അടുത്തൊരു ഇതുണ്ട്, ഒരാള് അയാളുടെ ഒട്ടകത്തിന് ആഭരണങ്ങൾ, ഒട്ടകത്തിന് കഴുത്തത്ര വലുതായിനോ, വലിയ കഴുത്തിൽ വലിയ മാലകൾ, അതേപോലെ തന്നെ ആഭരണങ്ങൾ, അതൊക്കെ മനസ്സിലായി. അതേമാതിരി വട്ട് പാടുള്ളതല്ല. അതേസമയം എനിക്ക് സക്കാത്തുണ്ട്. അതേപോലെ ഒരു സ്ത്രീ അവരുടെ ഉപയോഗത്തിൽ വെച്ച ആഭരണങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. മനസ്സിലായത്? ഏതായാലും പിന്നെ ഈ ഹദീസുകൾ ബലപ്പെട്ടതാണോ അല്ല എന്നുള്ളതിൽ എന്തുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഒരു സ്ത്രീ നൽകുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇത്ര അഭിപ്രായം. ഖലാസ്, ഈ ഹദീസുകൾ മനസ്സിലായോ?
അടുത്ത ഹദീസ് അടുത്ത ഹദീസ് എവിടെയാണ്? സമറിന്റെ. وعن سمرة بن جندب رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم يأمرنا أن نخرج الصدقة من الذي نعده للبيع. نعده أعد يعد نعد. طيب سمرة بن جندب رضي الله عنه നിവേദനം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യഅ്മുറുന അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു അൻ നുഖ്രിജ സദഖത ഞങ്ങൾ സകാത്ത് കൊടുക്കാൻ ഏതിൽ നിന്ന് മിനല്ലദീ നുഇദ്ദുഹു ലിൽ ബൈഅ ഞങ്ങൾ കച്ചവടത്തിന് തയ്യാർ ചെയ്ത വസ്തുക്കളിൽ നിന്ന് മിനല്ലദീ നുഇദ്ദുഹു ലിൽ ബൈഅ കച്ചവടത്തിന് ഞങ്ങൾ തയ്യാറാക്കിയിരുന്ന വസ്തുക്കളിൽ നിന്ന് സകാത്ത് നൽകുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു. ഇതാണ് സമുറയുടെ ഹദീസ്. ഹദീസ് റവാഹു അബൂ ദാവൂദ് അല്ലേ? അല്ലെങ്കിൽ ഇസ്നാദുഹു ലയ്യിൻ. അതിന്റെ സനദ് ലയ്യിനാണ്. കാരണം അതിനൊരു ദുർബലത ഉണ്ട് നടക്കും. ഇബ്നു ഹജർ പറയുന്നത് അതിന്റെ സനദിന് ദുർബലതയുണ്ട്. കച്ചവടച്ചരക്കിന് സകാത്ത് ഉണ്ട് എന്നത് അറിയിക്കുന്ന ഹദീസാണ് ഈ ഹദീസ്. ഞങ്ങൾ കച്ചവടത്തിന് തയ്യാറാക്കിയതിൽ നിന്ന് സദഖത്ത് കൊടുക്കാൻ റസൂലുള്ളാഹി ഞങ്ങളോട് കൽപ്പിക്കുമായിരുന്നു എന്നാണ് ഹദീസ് അറിയിക്കുന്നത്. ഈ ഹദീസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിക ലോകത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കച്ചവടച്ചരക്കുകൾക്ക് സകാത്ത് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇതിന് വേറെ തെളിവുകളുണ്ട്, പക്ഷെ ഇതാണ് ഇതിൽ ഒരു തെളിവ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കച്ചവടത്തിൽ ഒരുക്കിയ വസ്തുക്കൾക്ക് എന്തുണ്ട്? അതിന് സകാത്തുണ്ട്. ഈ ഇസ്നാദുഹു ലയ്യിൻ എന്നതിനെ കുറിച്ച് പറയാൻ കാരണം സമുറത്ത് ബിൻ ജുന്ദുബിൽ നിന്നുള്ള റാവിയുടെ പ്രശ്നമാണ്. സമുറത്ത് ബിൻ ജുന്ദുബിൽ നിന്നുള്ള റാവി സുലൈമാൻ ഇബ്നു സമുറ. ഈ സുലൈമാൻ എന്ന് പറയുന്ന റാവിയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അദ്ദേഹം ആര് എന്നറിയപ്പെട്ടിട്ടില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത് അതിന്റെ സനദ് ലയ്യിനാണ്. സനദ് ലയ്യിൻ എന്ന് പറയുന്നത് ദുർബലാണ് നടത്തുന്നത്. സനദ് ദുർബലം. طيب كان رسول الله صلى الله عليه وسلم يأمرنا أن نخرج الصدقة من الذي نعده للبيع. പിന്നെ അടുത്ത ഹദീസ് അബൂ ഹുറൈറ وعن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم وفي الركاز الخمس متفق عليه. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വഫി റിക്കാസിലുണ്ട് അൽ ഖുംസ് അഞ്ചിലുണ്ട്. റിക്കാസ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മുസ്ലിമീങ്ങൾക്കൊരു സ്ഥലം മുസ്ലിമീങ്ങൾക്ക് അധീനമാണ്. അപ്പോൾ അവിടെ കാണപ്പെടുന്ന കുഴിച്ചു മൂടപ്പെട്ട സ്വത്തുക്കൾക്കാണ് എന്ന് പറയുന്നത് റിക്കാസ് എന്ന് പറയുന്നത്. നിധി. അതായത് ഒരു സ്ഥലം നമ്മൾ വാങ്ങി അല്ലെങ്കിൽ നമുക്ക് കീഴ്പ്പെട്ട് കിട്ടി, അവിടെ എന്തുണ്ട്? നിധി ഉണ്ട്. പണ്ട് കാലങ്ങളിൽ കുഴിച്ചിട്ട നിധികളുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവും. അത് ഉണ്ട് അത് ആ സ്ഥലം വാങ്ങിയെന്നുള്ളതാണ് സ്വത്ത് അല്ലേ? അപ്പോൾ ഒരു നയിപ്പില്ലാതെ ഫ്രീ ആയിട്ട് കിട്ടണതാണ്. അതുകൊണ്ട് അതിന്റെ സക്കാത്തിന്റെ വിഹിതം എത്രയാണ്? അഞ്ചിലൊന്ന്. അതിൽ 5 ഭാഗമാക്കുക. എന്നിട്ട് അതിലൊരു ഭാഗം സക്കാത്ത് കൊടുക്കണം. റിക്കാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഹിലിയത്തിൽ കുഴിച്ചുമൂടപ്പെട്ട സ്വത്തുക്കൾ എന്ന് പറയാം. ജാഹിലിയത്തിൽ മാത്രമല്ല എക്കാലഘട്ടത്തിലും കാണപ്പെടുന്ന നിധികൾ. മുത്തഫഖുൻ അലൈഹി. ഇനി അടുത്തത്
وعن عمرو بن شعيب عن أبيه عن جده أن رسول الله صلى الله عليه وسلم قال في كنز وجده رجل في خريبة إن وجدته في قرية مسكونة فعرفه وإن وجدته في قرية غير مسكونة ففيه وفي الركاز الخمس എന്താണ് അംർ ഇബ്നു ഷുഐബ് തന്റെ പിതാവിൽ നിന്നും അദ്ദേഹം തന്റെ പ്രപിതാവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ പറഞ്ഞു. ഏത് വിഷയത്തിൽ? ഫീ കൻസിൻ, ഒരു കെൻസിന്റെ വിഷയത്തിൽ. കെൻസ് എന്ന നിധിയുടെ വിഷയത്തിൽ. വജദഹു, ആ നിധിയെ കണ്ടെത്തി, റജുലുൻ, ഒരു മനുഷ്യൻ, ഫീ ഖരീബത്തിൻ, ഖരീബത്ത് എന്നത് ഒരു ഒഴിഞ്ഞ സ്ഥലം, ആർക്കും വേണ്ടാത്ത സ്ഥലമാണ്. ഒരു ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഒരു കെൻസ് കണ്ടെത്തി. അപ്പൊ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻ വജദതഹു ഫീ ഖറിയത്തിൻ മസ്കൂന. ആ വ്യക്തിയോട് റസൂൽ പറയുന്നത്, ഇൻ വജദതഹു, നിങ്ങൾ ആ കെൻസ് നദി കണ്ടത്, ഫീ ഖറിയത്തിൻ മസ്കൂന, ആൾപ്പാർപ്പുള്ള ഒരു നാട്ടിലാണ് എങ്കിൽ, ഫഅരിഫു, അത് നിങ്ങൾ ഇങ്ങനെ പരസ്യം ചെയ്യണം. ആൾപ്പാർപ്പുള്ള സ്ഥലത്ത് നിന്നാണ് ആ സ്വത്ത് കിട്ടിയതെങ്കിൽ ആ നാട്ടിൽ എന്ത് ചെയ്യണം? അത് നിങ്ങൾ പരസ്യം ചെയ്യണം. വഇൻ വജദതഹു ഫീ ഖറിയത്തിൻ ഗൈരി മസ്കൂന, ആൾപ്പാർപ്പില്ലാത്ത ഒരു നാട്ടിൽ വെച്ചാണ് നിങ്ങൾ അത് കണ്ടെത്തിയതെങ്കിൽ, ഫഫീഹി, അപ്പോൾ അതിലുണ്ട്, അതിൽ നിന്നാണ് ആ കെൻസിലുണ്ട്, വഫി റികാസ്, റികാസിലുമുണ്ട് എന്ത്? അൽ ഖുംസ്, 5-1 സക്കാത്ത്. മനസ്സിലായില്ലേ പറഞ്ഞത്? ആൾപ്പാർപ്പുള്ളിടത്താണ് കണ്ടത് എങ്കിൽ, ഈ നിധി കണ്ടതെങ്കിൽ അവിടെ പരസ്യം ചെയ്യണം. കാരണം അത് ആരുടേതെങ്കിലേക്കാണ്. അതേസമയം ആൾപ്പാർപ്പില്ലാത്തൊരു നാട്ടിലാണ് കണ്ടതെങ്കിൽ, ഒരു നിധി കണ്ടതെങ്കിൽ, അതാണ് ഈ വൈൻ വജത്തു ഖറിയത്തിൽ ഗൈരി മസ്കൂന ഫഫീഹി, അപ്പോൾ അതിൽ ഉണ്ട് സക്കാത്തായി. വഫി റികാസ്, റികാസിൽ ഉണ്ട് അൽ ഖുംസ്, 5-1 സക്കാത്ത്. അപ്പോൾ നിധി കിട്ടി വിചാരിച്ചിട്ട് അതിന് സക്കാത്തില്ല. കിട്ടുമ്പോ തന്നെ എന്ത് ചെയ്യണം? അതിന് കൊല്ലം തേക്കാൻ പാടില്ല. കിട്ടിയ ഉടനെ 5-1 സക്കാത്താണ്. പിന്നെ ഇത് നിധിയായിട്ട് മുമ്പരങ്ങനെ വെച്ച് കൊടുത്തിരിക്കാൻ എല്ലാവരും കണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെ കൊല്ലാൻ കൊല്ലം കൊടുക്കണം, എല്ലാ കൊല്ലവും കൊടുക്കണം. 5-1 നിധിയാണോ 5-1 സക്കാത്ത്. കാരണം ഒരു നയിപ്പില്ലാതെ കിട്ടിയതാണ്. മനസ്സിലായി? അപ്പൊ അതിനനുസരിച്ചാണ് അള്ളാഹു സക്കാത്താക്കിയിട്ടുള്ളത്. നിധി എന്നുള്ള കെൻസ് എന്നുള്ള വസ്ഫത്തിനുള്ളിടത്തോളം കാലം അതിൽ 5-1 സക്കാത്ത്. കാരണം ഒരു ചെലവില്ലാതെ കിട്ടിയതല്ലേ. എങ്ങനെ അതായത് നിധി അല്ലാതാക്കി എങ്കിൽ ആ സ്വത്തിനനുസരിച്ച് എപ്പോഴാണോ നിധിയായിട്ട് നമ്മുടെ കയ്യിൽ, അപ്പോഴാണ് എന്ത്? ആ വസ്തുവിന് നമുക്ക് സക്കാത്ത്. അതല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരാളെന്ത് ചെയ്തതുകൊണ്ട് പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. അപ്പോൾ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങിന്റെ വരുമാനത്തിനുള്ള സക്കാത്താണ്. കച്ചവടം ചെയ്ത് കച്ചവട ചരക്കുകൾക്കുള്ള സക്കാത്ത്, ലാഭത്തിനുള്ള സക്കാത്താണ്. ഹദീസ് ഇബ്നു മാജഹ് അല്ലേ? റവാഹു ഇബ്നു മാജഹ് ബിഇസ്നാദിൻ ഹസൻ. റവാഹു ഇബ്നു മാജഹ് ബിഇസ്നാദിൻ ഹസൻ. ഹസനായ സനദോടുകൂടി ഇബ്നു മാജഹയുടെ നിവേദനമാണ് ഈ ഹദീസ്. ഒരു ഹദീസ് കൂടി, ഹദീസ് ബിലാൽ ഇബ്നു ഹാരിസ് അൽ-മുസനി. وعن بلال بن الحارث المزني رضي الله تعالى عنه قال أن رسول الله صلى الله عليه وسلم أخذ أن رسول الله صلى الله عليه وسلم أخذ من المعادن القبلية الصدقة. قبلية إذا لمن قبلية الصدقة. بدأ وعن بلال ابن الحارث المزني. بلال ابن الحارث المزني النميرة بنو مزينة وتركنا المزني. بلال ابن الحارث المزني. أن رسول الله صلى الله عليه وسلم أخذ സ്വീകരിച്ചു മിനൽ മആദിനിൽ ഖബലിയ. മിനൽ മആദിൻ, മആദിൻ എന്ന് പറഞ്ഞാൽ ഖനിജ വസ്തുക്കളാണ്.
ഖനിജ വസ്തുക്കൾ, ഖനനം ചെയ്തെടുക്കണ വസ്തുക്കൾ, ആ പെട്രോള് ഒക്കെ അതിൽ പെട്ടതാണ്. സ്വർണം, വെള്ളി, ചെമ്പ് ഇതൊക്കെ ഭൂമിയിൽ നിന്ന് വസ്തുക്കളുണ്ടല്ലോ, ഭൂദ്രവ്യങ്ങളല്ലാത്ത ദ്രവ്യങ്ങൾക്കാണ് മാദിൻ എന്ന് പറയുന്നത്. മറ്റെല്ലൊക്കെ ഭൂമിയിൽ പെട്ടതാണ്. ഭൂമിയിൽ പെടാത്തതുണ്ടാകും. ഇപ്പൊ ചെമ്പ്, സ്വർണം, വെള്ളി, പിന്നെ ഇത് പെട്രോള്, ഗ്യാസ് തുടങ്ങിയതൊക്കെ അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ കല്ലും മണ്ണും അല്ല. കല്ലും മണ്ണും അതാണ് മആദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖദ മിനൽ മആദിൻ, മആദിനിൽ നിന്ന് സ്വീകരിച്ചു. മആദിൻ എന്നുള്ളത് എവിടെ ഉണ്ടായിരുന്നത്? അൽ ഖബലിയ. ഖബലിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഖബലിയ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സ്ഥലപ്പേരാണ്. അത് ചെങ്കടലിനോടടുത്ത് ഈ ബനു മുസൈന ഗോത്രക്കാർ പാർത്തിരുന്ന സ്ഥലമാണ്. മുസൈന ഗോത്ര കുറെ സ്ഥലങ്ങളിൽ പാർത്തിട്ടുണ്ടാവും. ഇത് വിശാലമായ ഗോത്രമാണ്. പക്ഷെ പിന്നെ ഈ ഖസീബിന്റെ പശ്ചിമ ഭാഗം മുതൽ ഇങ്ങോട്ട് ഒക്കെ പിന്നെ മുസൈനികളുടെ ബനു മുസൈന ഗോത്രക്കാരുടെ നാടാണ്. അതിലൊരു നാടിന്റെ പേരാണ് ഖബലിയ. അപ്പൊ ഖബലിയയിലെ ഖനിജ വസ്തുക്കൾ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖദ സ്വീകരിച്ചു, അസ്സദഖ സദഖ സ്വീകരിച്ചു, സക്കാത്ത് സ്വീകരിച്ചു. അപ്പൊ ഈ ഖനിജ വസ്തുക്കൾക്ക് എന്തുണ്ട്? സക്കാത്തുണ്ട്. പെട്രോൾ ആയാലും ഗ്യാസ് ആയാലും അങ്ങനത്തെ സക്കാത്തുണ്ട്. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്ത് കൊടുക്കേണ്ടത് അതിന്റെ വില കിട്ടുക സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും ഏതായാലും ഒന്നിന്റെ പിന്നെ നിസാബ് അതിനെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ആ രീതിയിൽ സക്കാത്ത് കൊടുക്കണം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഏതായാലും അതിലെന്തുണ്ട്? അത്ര വസ്തുക്കളിൽ സക്കാത്ത്. നല്ല വ്യക്തികൾ ഉണ്ടാവില്ലേ? എല്ലാവരും ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പൊതുവായിട്ടുള്ള വസ്തുക്കളാണ് എങ്കിൽ പിന്നെ അതിൽ വേറെ വിഷയം. അതേസമയം ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരം വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത്. ഇത്തരം വസ്തുക്കൾ ഉടമപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഏതെങ്കിലും നാടിന് നമ്മൾ മാത്രം ഇതാക്കിയിട്ട് ആയിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഉടമപ്പെടുത്തുന്ന സമ്പന്നന്മാരുണ്ടാവും. അല്ല, ഉടമകളുണ്ടാവുന്നുള്ള വ്യക്തികൾ അത് ഉടമപ്പെടുത്തുന്നിടത്തോളം കാലം അവരുടെ മേൽ സക്കാത്തുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഹദീസിന്റെ റാവി ആരാണിത്? ഇത് ബിലാൽ ഇബ്നു ഹാരിസ് ആണ് അൽ മുസനി അല്ലേ? റവാഹു അബൂ ദാവൂദ്. തസ്ഹീഹ് ഉണ്ടായിന് റവാഹു അബൂ ദാവൂദ്. അത് ആരെങ്കിലും അതിനെ സഹീഹാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അതാണ് ഇപ്പൊ ഈ സക്കാത്തിന്റെ വിഷയത്തിലുള്ള ഹദീസുകളാണ് ഇപ്പൊ നമ്മളിവിടെ പിന്നെ എടുത്തത്. ബുലൂഗുൽ മറാം. ഇനി സക്കാത്ത് കഴിഞ്ഞ് അതാ സദഖത്തുൽ ഫിത്ർ ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.